നമസ്കാരം. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കടപ്പുറം പഞ്ചായത്തിലെ വാതക ശ്മശാനം പ്രവർത്തിക്കാത്തതിൽ മൃതദേഹവുമായി പഞ്ചായത്ത് ഓഫീസിനു മുമ്പിൽ പ്രതിഷേധം. കടപ്പുറം അഴിമുഖം ചേന്നങ്കര കൃഷ്ണൻകുട്ടിയുടെ മൃതദേഹവുമായാണ് ബന്ധുക്കളും നാട്ടുകാരും പഞ്ചായത്ത് മെമ്പറും ഉൾപ്പെടെ പ്രതിഷേധവുമായി എത്തിയത്. പ്രതിഷേധം രാഷ്ട്രീയ പ്രേരിതമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഹസീന താജുദ്ദീൻ. കേച്ചേരി പുഴയിൽ അറവ് മാലിന്യം തള്ളിയ നിലയിൽ. പാറന്നൂർ ചിറയിലാണ് ചാക്കുകളിലാക്കി അറവ് മാലിന്യം തള്ളിയിട്ടുള്ളത്. കുരുത്തിച്ചാൽ പാലത്തിന്റെ ഭാഗത്തായി ഉപേക്ഷിച്ചിരിക്കുന്നത് 25ലേറെ ചാക്ക് മാലിന്യം. ഉത്സവങ്ങൾ കേവലം ആഘോഷങ്ങൾ മാത്രമല്ല, അനേകങ്ങളുടെ ജീവിതോപാധിക്കുള്ള അവസരം കൂടിയാണെന്ന് NK അക്ബർ MLA. പെരിയമ്പലം അണ്ടത്തോട് ബീച്ച് ഫെസ്റ്റിവലിന് തുടക്കമായി. പുതുവത്സരാഘോഷങ്ങൾക്കായി നാടൊരുങ്ങുന്നു. ചാവക്കാട് നഗരസഭയും ടൂറിസം ഡെസ്റ്റിനേഷൻ മാനേജ്മെന്റ് കൌൺസിലും സംയുക്തമായി സംഘടിപ്പിക്കുന്ന പുതുവത്സരാഘോഷം ശനി ഞായർ ദിവസങ്ങളിലായി ബ്ലാങ്ങാട് ബീച്ചിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ. വാർത്തകൾ വിശദമായി. കടപ്പുറം പഞ്ചായത്തിലെ വാതക ശ്മശാനം പ്രവർത്തിക്കാത്തതിൽ മൃതദേഹവുമായി പഞ്ചായത്ത് ഓഫീസിനു മുമ്പിൽ പ്രതിഷേധം. കടപ്പുറം അഴിമുഖം ചേന്നങ്കര കൃഷ്ണൻകുട്ടിയുടെ മൃതദേഹവുമായാണ് ബന്ധുക്കളും നാട്ടുകാരും പഞ്ചായത്ത് മെമ്പറും ഉൾപ്പെടെ പ്രതിഷേധവുമായി എത്തിയത്. നിരവധി തവണ വിഷയം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടികൾ ഉണ്ടായിട്ടില്ലെന്നും ഇവർ പറയുന്നു. മരണം സംഭവിച്ചാൽ ഒരുമനയൂർ, ചാവക്കാട് നഗരസഭ എന്നിവയെ ആശ്രയിക്കേണ്ട അവസ്ഥയാണെന്നും ഇത് സാമ്പത്തികമായും മറ്റും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതായും ഇവർ പറഞ്ഞു. പിന്നീട് പോലീസ് സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയെ തുടർന്നാണ് പ്രതിഷേധക്കാർ പിൻവാങ്ങിയത്. ശ്മശാന വിഷയത്തിൽ അടിയന്തരമായി നടപടികൾ എടുക്കുമെന്ന് അധികൃതർ ഉറപ്പു നൽകി. ഓപ്ഷൻ പ്രാവശ്യം പറയണ ഫെസ്റ്റിവൽ കൊണ്ടുപോയി വെക്കേണ്ട സംഭവമാണ് ഇതൊക്കെ. ഇവിടെ കഴിഞ്ഞ തവണ 3,80,000 രൂപ ഇവിടെ മെയിൻ്റനൻസിന് മാറ്റിവെച്ചിട്ടുണ്ട്. നിരന്തരം എല്ലാ വാർഡുകളിലും മരണങ്ങൾ സംഭവിക്കുന്ന സമയത്ത് ഇവിടുത്തെ പഞ്ചായത്തിലെ ശ്മശാനം കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ കഴിഞ്ഞ തവണ ഇപ്പോൾ 2 മരണങ്ങൾ അടുപ്പിച്ച് സംഭവിച്ചപ്പോഴും 2 ദിവസത്തിനുള്ളിൽ റിപ്പയർ ചെയ്യാമെന്നാണ് പറഞ്ഞത്. ഇന്ന് ഇവിടെ കിടക്കുന്നത് എൻ്റെ സ്വന്തം പാപ്പനാണ്. അതുപോലെ തന്നെ ഈ കിടക്കുന്ന പാപ്പൻ്റെ മകളും ഇന്നൊരു പഞ്ചായത്ത് മെമ്പറാണ്. ഇന്ന് ഞങ്ങളെപ്പോലുള്ള ജനപ്രതിനിധികളായ ഞങ്ങളുടെ സ്വന്തം കുടുംബത്തിൽ ഇന്നിവിടെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് എന്താണ് ഇവിടെ നീതി ഉണ്ടാകുന്നത്? ഇതിന് യാതൊരു രീതിയിലുള്ള പ്രതികരണവും ഈ പഞ്ചായത്തിൽ നിന്ന് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഇനി ഇത് ആവർത്തിക്കാൻ പാടില്ല. മൃതദേഹവുമായി പഞ്ചായത്ത് ഓഫീസിൽ നടത്തിയ പ്രതിഷേധം രാഷ്ട്രീയ പ്രേരിതമെന്ന് കടപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് ഹസീന താജുദ്ദീൻ പറഞ്ഞു. എല്ലാം അറിഞ്ഞിട്ടും വാർഡ് മെമ്പർ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയാണ് ഇത്തരം പ്രതിഷേധത്തിന് കൂട്ടുനിന്നതെന്നും ഇവർ ആരോപിച്ചു. കടപ്പുറം ഗ്രാമപഞ്ചായത്തിന്റെ അധീനതയിലുള്ള ശ്മശാനത്തിലെ ടാങ്കിനുണ്ടായ ചോർച്ചയെ തുടർന്നാണ് അറ്റകുറ്റപ്പണിക്കായി താൽക്കാലികമായി ശ്മശാനം അടച്ചിട്ടത്. സെപ്റ്റംബർ 16-ാം തീയതി വരെ പഞ്ചായത്തിന്റെ വാതക ശ്മശാനം പ്രവർത്തിച്ചിരുന്നു. പുതിയ ടാങ്ക് സ്ഥാപിക്കുന്നതിനായി 2 ലക്ഷം രൂപ വരുമെന്നതിനാൽ പദ്ധതി രൂപീകരിച്ച് ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് ടാങ്ക് മാറ്റി സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ അവസാന ഘട്ടത്തിലാണ്. ഈ വിവരം പഞ്ചായത്തിലെ എല്ലാ അംഗങ്ങൾക്കും മരണാനന്തര സമിതികൾക്കും അറിവുള്ളതാണ്. മെയിൻ്റനൻസ് പ്രവൃത്തി ടാങ്ക് ഫിൽട്ടർ ചെയ്യുന്ന ടാങ്കിനാണ് മെയിൻ്റനൻസ് ആവശ്യമായി വന്നത്. അത് സാധ്യമല്ലാത്തതിനാൽ 2 ലക്ഷം രൂപയ്ക്ക് പുതിയ ടാങ്ക് നിർമ്മിച്ച് അവിടെ വെക്കാനേ പറ്റുകയുള്ളൂ എന്നുള്ള അതിൻ്റെ ബന്ധപ്പെട്ട സാങ്കേതിക വിദഗ്ധർ പറയുകയും അത് പ്രകാരം ടാങ്ക് നിർമ്മിച്ച് ക്രിമിറ്റോറിയത്തിൽ എത്തിച്ചിട്ടുണ്ട്. പക്ഷെ തുടർന്ന് അങ്ങോട്ട് ചെയ്യാനുള്ളത് എന്ന് പറഞ്ഞാൽ നാളെ മുതലാണ് അത് ടാങ്ക് ഫിറ്റിംഗ് ആരംഭിക്കുന്നത്. ഇന്ന് കടപ്പുറം ഗ്രാമപഞ്ചായത്തിൻ്റെ ഓഫീസിനകത്തേക്ക് അതിക്രമിച്ച് കയറി ആ ബോഡി ഒരു 2 മണിക്കൂറോളം ഇവിടെ കെടുത്തി അതിനെ വിലപേശിക്കൊണ്ടിരിക്കുന്ന രീതിയിലുള്ള ഒരു പ്രകടനമാണ് ഇന്ന് മെമ്പർ അടക്കമുള്ള ആ ഭാഗത്തു നിന്നുള്ള പ്രതിനിധികൾ ഇവിടെ ചെയ്തത്. തികച്ചും ആ ബോഡിയോടുള്ള അനാദരവാണ്. 1 ലക്ഷത്തിന് മുകളിലുള്ള ബില്ലുകൾ ട്രഷറിയിൽ നിന്നും മാറി ലഭിക്കാത്ത സാഹചര്യത്തിൽ കരാറുകാർ പ്രവൃത്തികൾ സമയബന്ധിതമായി ചെയ്യുന്നതിന് തയ്യാറായിട്ടില്ല. കൃഷ്ണൻകുട്ടിയുടെ മൃതദേഹം ഒരുമനയൂർ ഗ്രാമപഞ്ചായത്ത് ശ്മശാനത്തിൽ സംസ്കരിക്കുന്നതിനായി അപേക്ഷ നൽകി പണമടച്ച് ആവശ്യമായ ക്രമീകരണങ്ങൾ നടത്തിയ ശേഷമാണ് 9-ാം വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ മൃതദേഹം കടപ്പുറം ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ കൊണ്ടുവന്ന് പ്രദർശിപ്പിച്ച് മൃതദേഹത്തെ അപമാനിക്കുകയും ഓഫീസ് പ്രവർത്തനം തടസ്സപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. കേവലം രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടിയാണ് ഈ പ്രവൃത്തിയെന്നും പ്രസിഡന്റ് ഹസീന താജുദ്ദീൻ പറഞ്ഞു. ബന്ധപ്പെട്ട വാർഡ് 9-ലെ മെമ്പർ രാവിലെ തന്നെ ഒരുമനയൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ക്രിമിറ്റോറിയത്തിലേക്ക് ആളുടെ ലെറ്റർ ഹെഡിൽ റിക്വസ്റ്റ് കൊടുക്കുകയും അതോടൊപ്പം റെസീപ്റ്റ് അടച്ചതായിട്ടുള്ള രേഖകൾ നമ്മളെ കയ്യിലുണ്ട്.
അത് ചെയ്യാനിരിക്കെയാണ് രാഷ്ട്രീയ പ്രേരിതമായിട്ട് ഈ മൃതശരീരം ഈ പഞ്ചായത്ത് ഓഫീസിനകത്ത് കൊണ്ടിട്ട് ഇത്തരത്തിലുള്ള ഈ അനാദരവ് കാണിച്ചിട്ടുള്ളത്. CCTV ന്യൂസ് ചാവക്കാട്. കടങ്ങോട് ശ്രീ കൈക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ നിർമ്മാല മഹോത്സവം വർണ്ണാഭമായി. പുലർച്ചെ 4-ന് നട തുറന്നു. തുടർന്ന് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ എന്നിവയുണ്ടായി. രാവിലെ 8:30 നടക്കൽ പറവിപ്പ്. ഉച്ചയ്ക്ക് 1 മണിക്ക് ക്ഷേത്രത്തിൽ നിന്ന് തിടമ്പ് എഴുന്നള്ളിച്ച് ഗജവീരൻ ശിവേലി പുരയിലൂടെയുള്ള പ്രദക്ഷിണം നടന്നു. തുടർന്ന് മേളം ഉണ്ടായി. ഉച്ചയ്ക്ക് വിവിധ ദേശ കമ്മിറ്റികളുടെയും ആഘോഷ കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ പഞ്ചവാദ്യത്തിന്റെയും 15 ഗജവീരന്മാരുടെയും അകമ്പടിയോടെ ആരംഭിച്ച എഴുന്നള്ളിപ്പുകൾ വൈകിട്ട് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. തുടർന്ന് നടന്ന കൂട്ടിയെഴുന്നള്ളിപ്പിൽ വിവിധ നാടൻ കലാരൂപങ്ങൾ, നിലക്കാവടികൾ, പൂക്കാവടികൾ, ശിങ്കാരിമേളം, ബാൻഡ് സെറ്റ്, തമ്പോല എന്നിവ അണിനിരന്നു. 6:30 നിറമാല, നാദസ്വരം, ചുറ്റിവിളക്ക്, ദീപാരാധന, ഗാനമേള, രാത്രിയിൽ ഡബിൾ തായമ്പക, താലിപ്പൊലിയോടുകൂടിയുള്ള എഴുന്നള്ളിപ്പ് എന്നിവയും നടന്നു. കേച്ചേരിപ്പുഴയിൽ അറവ് മാലിന്യം തള്ളി. കേച്ചേരിപ്പുഴയുടെ ഭാഗമായ പാറന്നൂർ ചിറയിലാണ് ചാക്കുകളിലാക്കി അറവ് മാലിന്യം തള്ളിയിട്ടുള്ളത്. കുരുത്തിച്ചാൽ പാലത്തിന്റെ ഭാഗത്തായാണ് 25-ലേറെ ചാക്കുകളിലാക്കി മാലിന്യം തള്ളിയത്. ആളൊഴിഞ്ഞ മേഖലയിൽ വാഹനത്തിൽ കൊണ്ടുവന്നാണ് മാലിന്യം നിക്ഷേപിച്ചിരിക്കുന്നത്. ചാക്കുകളിൽ കെട്ടിയ നിലയിലുണ്ടായിരുന്ന മാലിന്യം അഴിഞ്ഞ് പുഴയിലെ വെള്ളത്തിൽ ഒഴുകി നടക്കുന്ന അവസ്ഥയിലാണ്. പുഴ സംരക്ഷണത്തിനായി വിവിധ പദ്ധതികൾ ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നതിനിടെയാണ് സാമൂഹ്യവിരുദ്ധർ അറവ് മാലിന്യം തള്ളുന്നത് പതിവാക്കിയിരിക്കുന്നത്. കാർഷിക മേഖലയായ ചൂണ്ടൽ പഞ്ചായത്തിലെ പ്രധാന ജലസ്രോതസ്സായ കേച്ചേരിപ്പുഴ കാർഷികാവശ്യത്തിനു പുറമെ തുണി കഴുകുന്നതിനും മറ്റും ഉപയോഗിച്ചു വരുന്നതാണ്. മാലിന്യം തള്ളുന്നത് പതിവായതോടെ രൂക്ഷഗന്ധമാണ് പുഴയിലെ വെള്ളത്തിനുള്ളത്. ഇതുമൂലം പരിസരവാസികൾ ദുരിതത്തിലായിരിക്കുകയാണ്. ചൂണ്ടൽ പഞ്ചായത്തിലെ തന്നെ കൂമ്പുഴപ്പാലം പരിസരത്താണ് മുൻപ് മാലിന്യം തള്ളിയിരുന്നത്. കക്കൂസ് മാലിന്യം ഉൾപ്പെടെ ഇവിടെ കൃഷിയിടങ്ങളിലേക്കും പുഴയിലേക്കും ഒഴുക്കുന്നത് പതിവായിരുന്നു. പഞ്ചായത്തിന്റെ പല ഭാഗത്തും മാലിന്യം തള്ളൽ നിർബാധം തുടരുമ്പോഴും പഞ്ചായത്ത് അധികൃതരുടെ ഭാഗത്തുനിന്നോ ആരോഗ്യ വിഭാഗത്തിന്റെ ഭാഗത്തുനിന്നോ യാതൊരു നടപടിയുമുണ്ടാകാത്തത് ജനങ്ങൾക്കിടയിൽ പ്രതിഷേധത്തിനിടയാക്കുന്നുണ്ട്. ആരോഗ്യ വിഭാഗം പരിശോധനകൾ നടത്തിവരുന്നുണ്ടെങ്കിലും ഉചിതമായ നടപടികൾ സ്വീകരിക്കാതെ ഇരുട്ടിൽ തപ്പുന്ന സമീപനം സ്വീകരിക്കുന്നത് സാമൂഹ്യവിരുദ്ധരെ സഹായിക്കുന്നതിന് തുല്യമാണ്. സാമൂഹ്യവിരുദ്ധർക്കെതിരെ അധികാരികൾ ശക്തമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ പുഴയും മറ്റു തോടുകളും പാതയോരങ്ങളും ഒഴിഞ്ഞുകിടക്കുന്ന പറമ്പുകളും മാലിന്യ കൂമ്പാരമായി മാറാൻ താമസമുണ്ടാകില്ല. CCTV ന്യൂസ് കേച്ചേരി. ചൂണ്ടൽ കുറ്റിപ്പുറം സംസ്ഥാന പാതയിലെ പെരുമ്പിലാവ് പ്രിയ ബസ് സ്റ്റോപ്പിന് സമീപം മധ്യവയസ്കനെ കാറിടിച്ച് ഗുരുതര പരിക്കുകളോടെ പെരുമ്പിലാവ് അൻസാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പാതാക്കര കൊങ്ങത്ത് വളപ്പിൽ ഷീലന് തലയ്ക്കും കാലിലും ഗുരുതര പരിക്കുകളോടെ ആദ്യം അൻസാർ ആശുപത്രിയിലും പിന്നീട് പരിക്ക് ഗുരുതരമായതിനെ തുടർന്ന് തൃശൂർ ജൂബിലി ആശുപത്രിയിലേക്ക് മാറ്റി. വെള്ളിയാഴ്ച വൈകിട്ട് 6:30 അപകടം. കുന്നംകുളം ഭാഗത്തു നിന്നും ചങ്ങരംകുളം ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറിനെതിരെ റോഡ് മുറിഞ്ഞു കടക്കുകയായിരുന്ന ഷീലൻ. നാട്ടുകാരും കാർ യാത്രികരുമാണ് ഷീലനെ ആശുപത്രിയിൽ എത്തിച്ചത്. ഏറെ നേരം ഗതാഗതം നിലച്ചെങ്കിലും പിന്നീട് നാട്ടുകാർ നിയന്ത്രിച്ച് വാഹന ഗതാഗതം പൂർവ്വസ്ഥിതിയിലാക്കി. കുന്നംകുളത്ത് ഷവർമ ഉൽപാദകർക്ക് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. KR റെസിഡൻസിയിൽ നടന്ന ക്ലാസിന് ഭക്ഷ്യസുരക്ഷാ ഓഫീസർ അനു ജോസഫ് നേതൃത്വം നൽകി. ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡം അനുസരിച്ച് ഷവർമ നിർമ്മാണത്തിൽ ഏർപ്പെടുന്നവർക്കും കൈകാര്യം ചെയ്യുന്നവർക്കും മുൻകരുതലുകൾ നൽകി. മയോണൈസ് നിർമ്മാണത്തിന് പച്ചമുട്ട ഉപയോഗിക്കാൻ പാടില്ലെന്നും ഷവർമ പാഴ്സൽ നൽകുമ്പോൾ ഉണ്ടാക്കിയ തീയതി, സമയം, 1 മണിക്കൂറിനുള്ളിൽ ഭക്ഷിക്കണം എന്നീ നിർദ്ദേശങ്ങൾ അടങ്ങിയ ലേബൽ പതിപ്പിക്കണമെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഇടത്തിന്റെ ക്യാൻവാസിൽ വർണ്ണവിസ്മയങ്ങൾ തീർത്ത കുരുന്ന് പ്രതിഭകൾ. ഇടം സാംസ്കാരിക വേദി നടത്തിയ കുട്ടികളുടെ ചിത്രരചനാ ക്യാമ്പ് സംഘാടക മികവ് കൊണ്ടും പങ്കാളിത്തം കൊണ്ടും ശ്രദ്ധ നേടി. എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിലാണ് ഇടം സാംസ്കാരിക വേദി കുട്ടികൾക്കായി ഏകദിന ചിത്രരചനാ ക്യാമ്പ് സംഘടിപ്പിച്ചത്. രാവിലെ 9:30 മുതൽ വൈകിട്ട് 5 മണി വരെ നടന്ന ക്യാമ്പിൽ പങ്കെടുത്തത് 150 വിദ്യാർത്ഥികൾ. മനോഹരമായ സ്കൂൾ അങ്കണത്തിലെ മരത്തണലിലും ക്ലാസ് മുറികളിലും ഒത്തുചേർന്ന കുഞ്ഞു പ്രതിഭകൾ അവരുടെ മനസ്സിൽ രൂപപ്പെട്ട ഭാവനകൾ വർണ്ണങ്ങൾ ചാലിച്ച് കടലാസുകളിലേക്ക് പകർത്തി. ചിത്രശില്പ കലാകാരന്മാരുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കുട്ടികളുടെ രചനകൾക്ക് കൂടുതൽ ചാരുതയേകി. പ്രശസ്ത ആർട്ടിസ്റ്റുകളായ EVS സന്തോഷ്, ഷനിൽ മാധവൻ എന്നിവരായിരുന്നു ക്യാമ്പിന്റെ പ്രധാന സാരഥികൾ. ശ്രീ ശങ്കരാചാര്യ കാലടി സർവകലാശാല ചിത്രശില്പ വിഭാഗം മേധാവി ഡോക്ടർ TG ജ്യോതിലാൽ, പ്രശസ്ത ആർട്ടിസ്റ്റുകളായ കൃഷ്ണൻ കല്ലൂർ, ജിനിഷ ജോൺ എന്നിവർ കുട്ടികൾക്ക് ചിത്രരചനയുടെ അനന്ത സാധ്യതകളെക്കുറിച്ച് അവബോധം നൽകുകയും അവരുടെ ചിന്തകൾക്ക് വർണ്ണലോകത്തിൽ പുതിയ ജാലകങ്ങൾ തുറന്നുകൊടുക്കുകയും ചെയ്തു.
വരയോടൊപ്പം പാട്ടും കളികളുമായി കുട്ടികളും രക്ഷിതാക്കളും ഇടം അംഗങ്ങളും ക്യാമ്പ് വർണ്ണോത്സവമാക്കി മാറ്റി. കുട്ടികളുടെ സൃഷ്ടികളോടൊപ്പം ആർട്ടിസ്റ്റുകളുടെ കലാമികവും ക്യാമ്പിൽ പ്രകടമായി. ഇടം ഭാരവാഹികളുടെ പാളിച്ചയില്ലാത്ത സംഘടനാ മികവ് പ്രശംസയ്ക്കിടയാക്കി. ഇടം പ്രസിഡന്റ് PJ ജ്യോതി, സുധീഷ് പറമ്പിൽ, KA ഫരീദ് അലി, KR രാധിക, KN നിഭേഷ്, ഫസീല സക്കീർ, KM റുക്കിയ, KP ജയൻ, നാരായണൻ കോടനാട്, ഡ്രിൻസ ജെയ്സൺ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. പഞ്ചായത്ത് മെമ്പർ MK ജോസ്, പ്രധാനാധ്യാപിക KA സുജിനി, MPTA പ്രസിഡന്റ് സോണിയ ജിനേഷ് എന്നിവർ ആശംസയർപ്പിച്ചു. CCTV ന്യൂസ്, എരുമപ്പെട്ടി. കടങ്ങോട് പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ 4 സബ് സെന്ററുകളുടെ കമ്പ്യൂട്ടർ വൽക്കരണത്തിന്റെ ഉദ്ഘാടനം നടന്നു. പഞ്ചായത്ത് തനത് ഫണ്ടിൽ നിന്ന് 2 ലക്ഷം രൂപ വകയിരുത്തിയാണ് കടങ്ങോട്, ആദൂർ, മണ്ടപ്പറമ്പ്, കിടങ്ങൂർ സബ് സെന്ററുകളിൽ കമ്പ്യൂട്ടർ വൽക്കരണം പൂർത്തിയാക്കിയത്. പഞ്ചായത്ത് അംഗം ടെസി ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പദ്ധതിയുടെ ഉദ്ഘാടനം പ്രസിഡന്റ് മീന സാജൻ നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KK മണി മുഖ്യാതിഥിയായിരുന്നു. മെഡിക്കൽ ഓഫീസർ ബിനോജ് ജോർജ് മാത്യു സ്വാഗതവും ഹെൽത്ത് ഇൻസ്പെക്ടർ PK പ്രസന്നൻ നന്ദിയും പറഞ്ഞു. ഉത്സവങ്ങൾ കേവലം ആഘോഷങ്ങൾ മാത്രമല്ല, അനേകരുടെ ജീവിതോപാധിക്കുള്ള അവസരം കൂടിയാണെന്ന് NK അക്ബർ MLA പറഞ്ഞു. പെരിയമ്പലം അണ്ടത്തോട് ബീച്ച് ഫെസ്റ്റിവലിന്റെ ഭാഗമായി നടത്തിയ വിളംബര ഘോഷയാത്രയ്ക്ക് ശേഷം നടന്ന സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. ഈ വിനോദസഞ്ചാരികൾക്കൊക്കെ ഒപ്പം ടൂർ ഗൈഡ് എന്ന് പറയുന്ന ആളുണ്ടാവും. അവര് ഇന്ന സ്ഥലങ്ങളുടെ പ്രത്യേകത പറഞ്ഞവർക്ക് കൊടുക്കുന്നു. അങ്ങനെ കുറെ ആളുകൾ, ടൂറിസ്റ്റ് ഗൈഡുകൾ, കുറെ ആളുകൾ ഈ ടൂറിസ്റ്റുകളെ ആവശ്യമായ വാഹനങ്ങളെല്ലാം ഏർപ്പാടാക്കി അവർക്ക് വാഹന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ആളുകൾ. അതിനപ്പുറം ഇത് ഇന്ന് ഒരു പ്രധാനപ്പെട്ട ഒരു വ്യവസായമായി, ടൂറിസം ഒരു വ്യവസായമായി കേരളത്തിൽ മാറുകയാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നമുക്ക് ഈ ടൂറിസ്റ്റുകളെ നന്നായി ആകർഷിക്കാൻ കഴിയും. വ്യാഴാഴ്ച വൈകിട്ട് അണ്ടത്തോട് സെന്ററിൽ നിന്നാണ് നാടിന്റെ ഐക്യം വിളിച്ചോതി വിളംബര ഘോഷയാത്ര ആരംഭിച്ചത്. പുന്നൂർക്കുളം പഞ്ചായത്ത് ഉത്തരവാദിത്ത ടൂറിസം മിഷന്റെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന പെരിയമ്പലം അണ്ടത്തോട് ബീച്ച് ഫെസ്റ്റിവലിന്റെ ഭാഗമായാണ് വിളംബര ഘോഷയാത്ര നടത്തിയത്. വാദ്യാഘോഷങ്ങൾ, നിശ്ചല ദൃശ്യങ്ങൾ, മുത്തുക്കുട എന്നിവയുടെ അകമ്പടിയോടെയായിരുന്നു ഘോഷയാത്ര. നാടൻ കലാരൂപങ്ങൾ, വാദ്യമേളങ്ങൾ എന്നിവയും പഞ്ചായത്തിലെ വിവിധ ക്ലബ്ബ് പ്രവർത്തകർ, സന്നദ്ധ സംഘങ്ങൾ, കുടുംബശ്രീ പ്രവർത്തകർ എന്നിവരും അണിനിരന്നു. തുടർന്ന് നടന്ന സാംസ്കാരിക സമ്മേളനം MLA NK അക്ബർ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീറിന്റെ അധ്യക്ഷതയിൽ ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ AD ധനീബ് സ്വാഗതം പറഞ്ഞു. വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ V അപ്പു മാസ്റ്റർ, CH റഷീദ്, AM അലാവുദ്ദീൻ, PT പ്രവീൺ പ്രസാദ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് EK നിഷാർ, കോർഡിനേഷൻ കമ്മിറ്റി കൺവീനർ മൂസ ആലത്തയിൽ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് സലിം കോടത്തൂർ നയിച്ച ഗാനമേള അരങ്ങേറി. ശനിയാഴ്ച വൈകിട്ട് പാലിയേറ്റീവ് പരിചരണത്തിലുള്ളവരുടെ സംഗമവും രാത്രി 7-ന് പുനർജനി കൂറ്റനാട് അവതരിപ്പിക്കുന്ന നാടൻപാട്ട്, നാടൻ കലാരൂപങ്ങൾ എന്നിവ അരങ്ങേറും. ഞായറാഴ്ച രാത്രി 7-ന് തൃശൂർ ബ്ലാക്ക് ഡിയോൺ അവതരിപ്പിക്കുന്ന ലൈവ് DJ, ഫ്യൂഷൻ എന്നിവ ഉണ്ടായിരിക്കും. എല്ലാ ദിവസവും കാർണിവലും ഒരുക്കിയിട്ടുണ്ട്. പുന്നൂർക്കുളം പഞ്ചായത്തും ബീച്ച് ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികളും നേതൃത്വം നൽകും. CCTV ന്യൂസ്, പുന്നൂർക്കുളം. അണ്ടത്തോട് ബീച്ച് ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് പുന്നേർക്കുളം കുടുംബശ്രീ CDS അംഗങ്ങളുടെ സ്പെഷ്യൽ വിപണന മേള ആരംഭിച്ചു. നാടൻ വിഭവങ്ങൾ ഉപയോഗിച്ച് പ്രവർത്തകരുടെ വീടുകളിൽ ഉണ്ടാക്കിയ പലഹാരങ്ങളും അച്ചാർ തുടങ്ങിയവയാണ് വിപണന മേളയിൽ വിൽപ്പന നടത്തുന്നത്. പുന്നേർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കുടുംബശ്രീ CDS ചെയർപേഴ്സൺ ശോഭന സോമൻ, മണി ബാഹുലേയൻ, ബിന്ദു ചന്ദ്രൻ, ബുഷറ സലാഹുദ്ദീൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ചാവക്കാട് നഗരസഭയും ടൂറിസം ഡെസ്റ്റിനേഷൻ മാനേജ്മെന്റ് കൌൺസിലും സംയുക്തമായി സംഘടിപ്പിക്കുന്ന പുതുവത്സരാഘോഷം ശനി, ഞായർ ദിവസങ്ങളിലായി ബ്ലാങ്ങാട് ബീച്ചിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ശനിയാഴ്ച നടക്കുന്ന സാംസ്കാരിക സമ്മേളനം ഗുരുവായൂർ MLA NK അക്ബർ ഉദ്ഘാടനം ചെയ്യും. കേരള സംഗീത നാടക അക്കാദമി വൈസ് ചെയർപേഴ്സണും പിന്നണി ഗായികയുമായ പുഷ്പാവതി പൊയ്പാടത്ത് മുഖ്യാതിഥിയാകും. തുടർന്ന് പ്രാദേശിക കലാകാരന്മാർ അണിനിരക്കുന്ന വിവിധ പരിപാടികളും ചാവക്കാട് വല്ലഭട്ട കളരി സംഘത്തിന്റെ കളരിപ്പയറ്റ് പ്രദർശനവും ഉണ്ടായിരിക്കും. ഞായറാഴ്ച നടക്കുന്ന ആഘോഷം പ്രവാസി ക്ഷേമ ബോർഡ് ചെയർമാൻ KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്യും. ജില്ലാ കളക്ടർ കൃഷ്ണതേജ IAS മുഖ്യാതിഥിയാകും. തുടർന്ന് നിസരി മ്യൂസിക് ബാൻഡ് ആൻഡ് പുലരി കലാസമിതി അവതരിപ്പിക്കുന്ന ഫ്യൂഷൻ നിശയും ഉണ്ടാകും. പുതുവർഷ പുലരിയെ വരവേറ്റ് കടലിൽ വർണ്ണമഴ, പാപ്പാത്തിയെ കത്തിക്കൽ എന്നിവയും ഉണ്ടാകും. ചാവക്കാട് ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, നഗരസഭാ വൈസ് ചെയർമാൻ KK മുബാറക്ക്, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രസന്ന രണദിവെ, ഷാഹിന സലിം എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. CCTV ന്യൂസ്, ചാവക്കാട്. മരത്തംകോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നേതൃത്വത്തിൽ എരുമപ്പെട്ടി സ്കൂളിൽ നടത്തുന്ന സപ്തദിന സഹവാസ ക്യാമ്പിന്റെ ഭാഗമായി മാലിന്യ ശേഖരണവും റോഡ് വൃത്തിയാക്കലും നടത്തി.
മാലിന്യമുക്ത നവകേരളം എന്ന ആശയം പ്രചരിപ്പിക്കുന്നതിനായി NSS വളണ്ടിയേഴ്സ് എരുമപ്പെട്ടി സ്കൂൾ ബസ് സ്റ്റോപ്പ് മുതൽ പള്ളി സ്റ്റോപ്പ് വരെയുള്ള റോഡിൽ നിന്നുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ചാണ് റോഡ് വൃത്തിയാക്കിയത്. ബസ് സ്റ്റോപ്പുകളിൽ മാലിന്യമുക്ത സന്ദേശം വിളിച്ചോതുന്ന വേസ്റ്റ് ബിന്നുകളും ഗ്രീൻ ക്യാൻവാസ് സ്ഥാപിക്കുകയും ചെയ്തു. ഗ്രൂപ്പ് ലീഡർമാരായ അനുപമ, അവന്തിക, അക്സ, വൈദേഹി എന്നിവർ മാലിന്യ ശേഖരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. മാലിന്യം കുമിഞ്ഞുകൂടി കിടക്കുന്ന പ്രദേശം തിരഞ്ഞെടുത്ത് സ്നേഹാരാമം തയ്യാറാക്കുമെന്നും വിദ്യാർത്ഥികൾ അറിയിച്ചു. പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ NA വിനീത ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ബണ്ടുപൊട്ടി കൃഷിയിറക്കൽ വൈകിയ പഴഞ്ഞി കൂട്ടുകൃഷി സഹകരണ സംഘത്തിന്റെ വടക്കേ പടവിൽ ഞാറുനടിയിൽ തുടങ്ങി. 3 ആഴ്ച കൊണ്ട് ഞാറുനടിയിൽ പൂർത്തിയാകുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ പഴഞ്ഞി കൂട്ടുകൃഷി സഹകരണ സംഘത്തിന്റെ ഇരുപടവിലുമായി 900 ഏക്കർ പാടത്ത് പുഞ്ചകൃഷി ചെയ്യുന്നത്. കഴിഞ്ഞ നവംബർ 14-നാണ് ചുണ്ടൻതറയ്ക്ക് സമീപം ബണ്ട് പൊട്ടിയത്. വെള്ളത്തിന്റെ ഒഴുക്കിൽ തോട്ടുവരമ്പിലുണ്ടായിരുന്ന ട്രാൻസ്ഫോമറും വൈദ്യുതകാലും ഒലിച്ചുപോയി. മോട്ടോറുകളുടെ സ്റ്റാർട്ടറുകൾ വെള്ളത്തിനടിയിലായി. കോൾപ്പടവ് പ്രസിഡന്റ് അനിൽകുമാർ, സെക്രട്ടറി TS മണികണ്ഠൻ എന്നിവരുടെ നേതൃത്വത്തിൽ 2 ആഴ്ച കൊണ്ട് ബണ്ട് പുനർനിർമ്മിച്ചു. പമ്പിംഗ് പുനരാരംഭിച്ചപ്പോൾ ബണ്ടിലുണ്ടായ വിള്ളൽ വീണ്ടും തിരിച്ചടിയായി. വിള്ളലുണ്ടായ ഭാഗത്ത് മണ്ണും മരക്കുറ്റികളും ഉറപ്പിച്ച് വെള്ളത്തിന്റെ ഒഴുക്ക് തടഞ്ഞാണ് പമ്പിംഗ് പുനരാരംഭിച്ചത്. 1 മാസത്തോളം പമ്പിംഗ് നടത്തിയാണ് പാടത്തെ വെള്ളം വറ്റിയത്. തമിഴ്നാട്ടിൽ നിന്നുള്ള കുടുംബങ്ങളും ഇതര സംസ്ഥാന തൊഴിലാളികളുമാണ് ഞാറുനടിയിലുള്ളത്. ഏപ്രിൽ മെയ് മാസത്തോടെ കൊയ്ത്ത് പൂർത്തിയാക്കാനാകുമെന്നാണ് കർഷകരുടെ പ്രതീക്ഷ. അശരണരായ 100 പേർക്ക് 2 ലക്ഷം ധനസഹായം നൽകി ഗുരുവായൂർ മെട്രോ ക്ലബിന്റെ സ്നേഹസാന്ത്വനം ശനിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വൈകിട്ട് 6:30 മെട്രോ ഹാളിൽ വടക്കേക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് NMK നബീൽ ഉദ്ഘാടനം ചെയ്യും. നടൻ ശിവജി ഗുരുവായൂർ മുഖ്യാതിഥിയാകും. വർഷത്തിൽ 6 ലക്ഷം രൂപയാണ് സ്നേഹസാന്ത്വന പദ്ധതിയിൽ സാധുക്കൾക്ക് നൽകുന്നത്. ക്രിസ്തുമസ് പുതുവത്സര ആഘോഷങ്ങളുടെ ഭാഗമായി ക്ലബ്ബ് കുടുംബാംഗങ്ങളുടെ കലാപരിപാടികളും സ്നേഹവിരുന്നും ഉണ്ടാകും. പ്രസിഡന്റ് P മുരളീധരൻ, സെക്രട്ടറി ഗിരീഷ് C ഗീവർ, ചാർലി മാളിയമ്മാവ്, KB ഷൈജു, PK അനിൽകുമാർ, TD വാസുദേവൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ചൂണ്ടൽ ഉണ്ണീശോ തീർത്ഥ കേന്ദ്രത്തിൽ നവവൈദികനായ ആൽബിൻ ചൂണ്ടലിന്റെ പൗരോഹിത്യ സ്വീകരണവും പ്രഥമ ദിവ്യബലി അർപ്പണവും നടന്നു. ചൂണ്ടൽ ഉണ്ണീശോ തീർത്ഥ കേന്ദ്രത്തിൽ വെച്ച് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് തൃശൂർ അതിരൂപത മെത്രാപ്പോലീത്ത മാർ ആൻഡ്രൂസ് താഴത്തിന്റെ കാർമ്മികത്വത്തിലാണ് തിരുപ്പട്ട സ്വീകരണ ചടങ്ങുകൾ നടന്നത്. തിരുപ്പട്ട ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ മാർ ആൻഡ്രൂസ് താഴത്തിനെയും നവവൈദികൻ ഫാദർ ആൽബിൻ ചൂണ്ടലിനെയും ബാൻഡ് വാദ്യത്തിന്റെയും മുത്തുക്കുടകളുടെയും അകമ്പടിയിൽ പുഷ്പവൃഷ്ടിയോടെയാണ് സ്വീകരിച്ചത്. നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുന്ന ഇടവക ദേവാലയത്തിൽ പ്രത്യേകം സജ്ജമാക്കിയ അൾത്താരയിൽ മാർ ആൻഡ്രൂസ് താഴത്ത് മുഖ്യ കാർമ്മികനായാണ് തിരുപ്പട്ട സ്വീകരണ ചടങ്ങുകൾ നടന്നത്. രക്ഷിതാക്കളുടെ കൈവയ്പിനെ തുടർന്നാണ് തിരുപ്പട്ട സ്വീകരണത്തിന്റെ തിരുകർമ്മങ്ങൾ ആരംഭിച്ചത്. വാഗ്ദാന പ്രതിജ്ഞയ്ക്ക് ശേഷം തിരുപ്പട്ട സ്വീകരണത്തിന്റെ തിരുകർമ്മങ്ങൾക്ക് തുടക്കമായി. ലൗകിക ജീവിതത്തിൽ നിന്നും വൈദിക ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ പ്രതീകമായി നവവൈദികന്റെ മുടിമുറിച്ചു. തുടർന്നുള്ള തിരുകർമ്മങ്ങൾക്കിടെ മുഖ്യ കാർമ്മികനായ ബിഷപ്പ് കൈവയ്പ് നടത്തിയതോടെ തിരുപ്പട്ട സ്വീകരണത്തിന്റെ പ്രധാന ചടങ്ങുകളിലേക്ക് പ്രവേശിപ്പിച്ചു. ആർച്ച് ഡീക്കൻ ഫാദർ പോൾ പുളിക്കൻ, ഫാദർ പോൾ തേക്കാലത്ത്, ഫാദർ സെബാസ്റ്റ്യൻ പേരൂട്ടിൽ, ഫാദർ വിൻസെന്റ് ചിറക്കമണവാളൻ, ചൂണ്ടൽ ഇടവകാംഗങ്ങളായ ഫാദർ ജോഷി ചൂണ്ടൽ, ഫാദർ ലെനിൻ ചൂണ്ടൽ, ഫാദർ ഫ്രാങ്കോ ചൂണ്ടൽ, ഫാദർ ജെറിൻ ചൂണ്ടൽ, ചൂണ്ടൽ സാന്തോം ഇടവക വികാരി ഫാദർ സനോജ് അറങ്ങാശ്ശേരി എന്നിവർ സഹകാർമ്മികരായി. ചൂണ്ടൽ പരേതനായ ജോൺ റീന ദമ്പതികളുടെ മകനായ ആൽബിൻ ചൂണ്ടൽ ഡീപോൾ ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂൾ, തൃശൂർ സെന്റ് തോമസ് കോളേജ് എന്നിവിടങ്ങളിൽ നിന്ന് വിദ്യാഭ്യാസം പൂർത്തിയാക്കി. സെന്റ് മേരീസ് മൈനർ സെമിനാരി, മുളയം മേരിമാത മേജർ സെമിനാരി എന്നിവിടങ്ങളിൽ നിന്നും വൈദിക പഠനം പൂർത്തിയാക്കിയാണ് ഡീക്കൻ ആൽബിൻ തിരുപ്പട്ടം സ്വീകരിക്കുന്നത്. കൈക്കാരന്മാരായ CF ജോസ്, CJ ജോൺസൺ, സജീവ് ജോൺസൺ, സ്വീകരണ കമ്മിറ്റി കൺവീനർമാരായ MO ഫിലിപ്പ്, സെബാസ്റ്റ്യൻ ചൂണ്ടൽ, മദർ സുപ്പീരിയർ സിസ്റ്റർ സിദ്ധി തുടങ്ങിയവർ തിരുപ്പട്ട ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. തിരുപ്പട്ട ചടങ്ങുകളിൽ ഇടവക വിശ്വാസികൾ, നവവൈദികന്റെ കുടുംബാംഗങ്ങൾ, ബന്ധുക്കൾ, വൈദികർ, സിസ്റ്റേഴ്സ് തുടങ്ങിയവർ സംബന്ധിച്ചു. ചടങ്ങുകൾക്ക് ശേഷം സ്നേഹവിരുന്നും ഉണ്ടായി. CCTV ന്യൂസ്, കേച്ചേരി. മധ്യപ്രദേശിൽ നടന്ന ഫെഡറേഷൻ നാഷണൽ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഗുരുവായൂർ സ്വദേശിക്ക് മികച്ച നേട്ടം. പടിഞ്ഞാറേ നടയിൽ കൃഷ്ണയിൽ S സോമശേഖരൻ പിള്ളയുടെയും ജയകുമാരിയുടെയും മകൻ S രോഹിത്താണ് കേരളത്തെ പ്രതിനിധീകരിച്ച് ജൂനിയർ വിഭാഗത്തിൽ വെള്ളി മെഡലും സീനിയർ വിഭാഗത്തിൽ വെങ്കലവും നേടിയത്. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് M.Com വിദ്യാർത്ഥിയാണ്. പെരുമ്പിലാവ് അൻസാർ വിമൻസ് കോളേജിലെ NSS യൂണിറ്റ് സംഘടിപ്പിച്ച സപ്തദിന ക്യാമ്പിന് കരിക്കാട് അൽ അമീൻ സ്കൂളിൽ സമാപനമായി. സമാപന യോഗം കണ്ണൂർ ഐഡിയൽ അക്കാദമി പ്രിൻസിപ്പൽ ഡോക്ടർ ഉമ്മർ മുഹമ്മദ് ഫവാസ് ഉദ്ഘാടനം ചെയ്തു. അൻസാർ വിമൻസ് കോളേജ് വൈസ് പ്രിൻസിപ്പൽ TA ആരിഫ് അധ്യക്ഷനായി. NSS പ്രോഗ്രാം ഓഫീസർ K ഹസീന, അധ്യാപകരായ ഗ്രീഷ്മ രവീന്ദ്രൻ, രോഹിത് തുടങ്ങിയവർ സംസാരിച്ചു.
മികച്ച ക്യാമ്പ് അംഗമായി അൻസിഫയെ തിരഞ്ഞെടുത്തു. മികച്ച ഗ്രൂപ്പുകൾക്കുള്ള പുരസ്കാരങ്ങളും വിതരണം ചെയ്തു. കടവല്ലൂർ പഞ്ചായത്തിന്റെ സ്നേഹാരാമം പദ്ധതിയുടെ ഭാഗമായി പ്രവർത്തനങ്ങളാണ് ക്യാമ്പ് അംഗങ്ങൾ നിർവഹിച്ചത്. കടവല്ലൂർ പഞ്ചായത്ത് സെക്രട്ടറി KA ഉല്ലാസ് കുമാറാണ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തത്. ഇരട്ട മുള വന്ന നാളികേരം കാഴ്ചക്കാർക്ക് കൗതുകമാകുന്നു. പഴഞ്ഞി ചെറുവത്തൂർ പീറ്ററിന്റെ തെങ്ങിൻതോട്ടത്തിൽ നിന്ന് ലഭിച്ച നാളികേരത്തിനാണ് ഇരട്ട മുള വന്നത്. തനിയെ മുളച്ച നാളികേരം പരിശോധിച്ചപ്പോഴാണ് 2 ഭാഗത്ത് മുള പൊട്ടിയത് കണ്ടതെന്ന് കർഷകനായ പീറ്റർ പറഞ്ഞു. വലിയ വാഴക്കുലയും ഭീമൻ ചേമ്പും മറ്റും കൃഷി ചെയ്ത് വിളയിച്ചിട്ടുള്ള പീറ്ററിന് ആദ്യമായാണ് ഇരട്ട മുളയുള്ള നാളികേരം ലഭിക്കുന്നത്. കവുങ്ങ് വളർന്നു വരുമ്പോൾ 2-3 ചെനച്ചനൊക്കെ ആയിട്ട് 2-4 കവുങ്ങിൻ്റെ തലപ്പായിട്ടുണ്ടാവാറുണ്ട്. പക്ഷേ തെങ്ങ് അങ്ങനെ കണ്ടിട്ടില്ല. ഇതിപ്പോൾ ഒരു തേങ്ങ ഉള്ളിൽ 2 തേങ്ങ ആവണം ഇതിൻ്റെ ഉള്ളിൽ. അത് 2 മുളയായിട്ട് പുറത്ത് വന്നതാണ്. തോന്നി അപ്പോൾ എടുത്തതാ. ഗുരുവായൂരിൽ നടക്കുന്ന ഒരുമനയൂർ ഇസ്ലാമിക് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ NSS സപ്തദിന ക്യാമ്പിന്റെ ഭാഗമായി റോഡ് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. മോട്ടോർ വാഹന വകുപ്പിന്റെയും ഗുരുവായൂർ ആക്സിന്റെയും സഹകരണത്തോടെയാണ് ക്ലാസ് സംഘടിപ്പിച്ചത്. അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ K സന്തോഷ് കുമാർ ക്ലാസ് എടുത്തു. ആക്സ് സെക്രട്ടറി പ്രസാദ് പട്ടണത്ത് അധ്യക്ഷത വഹിച്ചു. NSS പ്രോഗ്രാം ഓഫീസർ C അനു വിൽസൺ, PM തജ്രി, P രാഹുൽ കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കുറുമാൽ സെന്റ് ജോർജ് ദേവാലയത്തിൽ രജത ജൂബിലിയുടെ ഭാഗമായി അരുവിത്തുറയിൽ നിന്ന് ആശീർവദിച്ചു കൊണ്ടുവന്ന മാർ ഗീവർഗീസ് സഹദയുടെ രൂപം മദ്ബഹയിൽ പ്രതിഷ്ഠിച്ചു. സെന്റ് ജോസഫ് കപ്പേളയിൽ നിന്ന് ലതീഞ്ഞിനും നൊവേനിക്കും ശേഷം മുത്തുകുടകളുടെ അകമ്പടിയോടെ ഇടവക ജനങ്ങൾ ജപമാല പ്രദക്ഷിണമായാണ് ദേവാലയത്തിലേക്ക് കൊണ്ടുവന്നത്. വിശുദ്ധനോടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കും ആശീർവാദത്തിനും ശേഷം വികാരി ഫാദർ ഡോക്ടർ സേവ്യർ ക്രിസ്റ്റി പള്ളിക്കുന്നത്ത് മദ്ബഹയിൽ പ്രത്യേകം തയ്യാറാക്കിയ രൂപക്കൂട്ടിൽ പ്രതിഷ്ഠിച്ചു. എല്ലാ മാസം ആദ്യത്തെ വ്യാഴാഴ്ചയും വൈകിട്ട് 5:30 വിശുദ്ധ കുർബാനയും പ്രത്യേക മധ്യസ്ഥ പ്രാർത്ഥനയും ഉണ്ടാകും. ഗുരുവായൂർ മമ്മിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ 4ാം അതിരുദ്ര മഹായജ്ഞത്തിനുള്ള 2ാം മഹാരുദ്രയജ്ഞം തിങ്കളാഴ്ച ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ക്ഷേത്ര നടപ്പുരയിൽ പ്രത്യേകം തയ്യാറാക്കിയ മണ്ഡപത്തിൽ തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ കേരളത്തിലെ പ്രമുഖ വേദ പണ്ഡിതന്മാർ 11 വെള്ളിക്കലശങ്ങളിൽ 11 ശ്രേഷ്ഠദ്രവ്യങ്ങൾ നിറച്ച് ശ്രീ രുദ്രമന്ത്രത്താൽ ചൈതന്യത്തെ ജീവകലശങ്ങളിലേക്ക് ആവാഹിച്ച് ഉഷപൂജയ്ക്ക് ശേഷം ജീവകലശങ്ങൾ മഹാദേവന് അഭിഷേകം ചെയ്യും. മഹാരുദ്രത്തോടനുബന്ധിച്ച് മഹാവിഷ്ണു, ഗണപതി, അയ്യപ്പൻ, സുബ്രഹ്മണ്യൻ, ഭഗവതി എന്നിവർക്ക് നവകാഭിഷേകവും നാഗക്കാവിൽ നാഗപ്പാട്ട്, നാവൂർപ്പാട്ട്, വൈകിട്ട് പാതിരാക്കുന്നത്ത് കുളിപ്പുറത്ത് മനയ്ക്കൽ സദാനന്ദൻ നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ സർപ്പബലിയും ഉണ്ടാകും. ദിവസവും രാവിലെ ഭക്തി പ്രഭാഷണങ്ങൾ, തുടർന്ന് നൃത്തനൃത്യങ്ങൾ, ചാക്യാർകൂത്ത്, നാഗസ്വരം, തായമ്പക, ഭക്തിഗാനമേള എന്നിവയും നടക്കും. സമാപന ദിവസം രാവിലെ 11 മുതൽ ക്ഷേത്ര ആൽത്തറയിൽ പ്രത്യേകം ആൽത്തറമേളവും നടക്കും. മഹാരുദ്രയജ്ഞത്തിന്റെ ഭാഗമായി ദിവസവും ഭക്തജനങ്ങൾക്ക് പ്രസാദഊട്ടും ഉണ്ടായിരിക്കും. യജ്ഞം ജനുവരി 11 വസോർധാരയോടെ സമാപിക്കും. ദേവസ്വം ട്രസ്റ്റി ബോർഡ് ചെയർമാൻ GK പ്രകാശൻ, അംഗങ്ങളായ KK ഗോവിന്ദദാസ്, KK വിശ്വനാഥൻ, എക്സിക്യൂട്ടീവ് ഓഫീസർ NK ബൈജു എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. CCTV ന്യൂസ്, ഗുരുവായൂർ. വേലൂർ പഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതി നിർവഹണ ഉദ്യോഗസ്ഥർക്കും വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങൾക്കുമുള്ള ഏകദിന പരിശീലനം പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ അധ്യക്ഷത വഹിച്ചു. കില ഫാക്കൽറ്റിമാരായ മനോജ്, അഖില, ടിൻഡു എന്നിവർ വിഷയാവതരണം നടത്തി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CF ജോയ്, ഷെർലെ ദിലീപ് കുമാർ, പഞ്ചായത്ത് സെക്രട്ടറി TK ജോസഫ്, വിവിധ ഇംപ്ലിമെന്റ് ഓഫീസർമാർ, വാർഡ് മെമ്പർമാർ, 100-ൽ പരം വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. കൂനമുച്ചിയിലെ കുട്ടികളുടെ കൂട്ടായ്മയായ ശ്രേയസിന്റെ ആഭിമുഖ്യത്തിൽ ക്രിസ്തുമസ് നവവത്സര ആഘോഷം സംഘടിപ്പിച്ചു. മാധ്യമപ്രവർത്തകനായ PJ ബിജോയ് കേക്ക് മുറിച്ച് ആഘോഷത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. PJ സ്റ്റൈജു അധ്യക്ഷനായി. വെസ്റ്റ് മങ്ങാട് സെന്റ് ജോസഫ് ആൻഡ് സെൻസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപിക അമ്പിളി പീറ്റർ ക്രിസ്തുമസ് നവവത്സര സന്ദേശം നൽകി. PS അനന്യ, ആൽവിൻ വിനോദ്, അഭിഷേക്, അമ്പിളി, ബ്ലിസി ബാബു, അമൃത, സ്റ്റെല്ല എന്നിവർ സംസാരിച്ചു. പഴഞ്ഞി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീമിന്റെ സപ്തദിന സഹവാസ ക്യാമ്പിന് തുടക്കമായി. സ്മിതം എന്ന പേരിൽ പഴഞ്ഞി മാർത്തോമ സ്കൂളിലാണ് ക്യാമ്പ് നടക്കുന്നത്. സ്കൂൾ മാനേജർ ഫാദർ ഐസക് P ജോൺസൺ പതാക ഉയർത്തിയതോടെ ആരംഭിച്ച ക്യാമ്പിന്റെ ഉദ്ഘാടനം കാട്ടകാമ്പാൽ പഞ്ചായത്ത് പ്രസിഡന്റ് ES രേഷ്മ ടീച്ചർ നിർവഹിച്ചു. ചടങ്ങിൽ PTA പ്രസിഡന്റ് അലി അധ്യക്ഷത വഹിച്ചു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം NK ഹരിദാസ് പ്രോജക്ട് ഉദ്ഘാടനം ചെയ്തു.
ബ്ലോക്ക് പഞ്ചായത്ത് അംഗം TS മണികണ്ഠൻ, പഞ്ചായത്ത് അംഗങ്ങളായ KT ഷാജിൻ മാസ്റ്റർ, ബബിത ഫിലോ, ഷീജ സുഗതൻ, ബിന്ദു മനോഹരൻ, PTA വൈസ് പ്രസിഡന്റ് സുൽഫത്ത്, മാതൃസംഘം പ്രസിഡന്റ് സ്നേഹലത, PTA എക്സിക്യൂട്ടീവ് അംഗം സാബു ഐനൂർ, പ്രിൻസിപ്പൽ ജനീർലാൽ, NSS പ്രോഗ്രാം ഓഫീസർ ഫാത്തിമ, ലീഡർമാരായ മുഹമ്മദ് ഇർഫാൻ, AS ന്യൂറ എന്നിവർ സംസാരിച്ചു. കുന്നത്തൂർ റെസിഡൻസ് അസോസിയേഷൻ 14ാം വാർഷികവും പുതുവത്സരാഘോഷവും ഞായറാഴ്ച കുന്നത്തൂർ സാംസ്കാരിക കേന്ദ്രം പരിസരത്ത് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 31 വൈകിട്ട് 6:30 മുതൽ 10 മണിവരെയാണ് ആഘോഷ പരിപാടികൾ നടത്തുന്നത്. അസോസിയേഷൻ കുടുംബങ്ങളും വയോമിത്രം ക്ലബ്ബും സർഗവേദിയും പരിപാടിയിൽ പങ്കാളികളാകും. ചെയർമാൻ P. ഗോപാലൻ, കൺവീനർ അറക്കൽ ഉമർ മാസ്റ്റർ എന്നിവരെയും അടുത്തിടെ വിവിധ മേഖലകളിൽ കഴിവു തെളിയിച്ച ജില്ലാ സംസ്ഥാന മത്സരങ്ങളിൽ പങ്കെടുത്ത പ്രതിഭകളായ അസോസിയേഷൻ മെമ്പർമാരുടെ മക്കളെ ചടങ്ങിൽ ആദരിക്കും. KAP 2ാം ബറ്റാലിയൻ അസിസ്റ്റന്റ് കമാൻഡന്റ് VC ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ, ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫാത്തിമ ലീനസ്, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ജാസ്മിൻ ഷഹീർ, NMK നബീൽ, TV സുരേന്ദ്രൻ തുടങ്ങി ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ സംഘടനാ നേതാക്കളും പരിപാടിയിൽ പങ്കെടുക്കും. ഗാനമേള, കലാപരിപാടികൾ, സ്നേഹവിരുന്ന് എന്നിവയുമുണ്ടാകും. ഭാരവാഹികളായ ചെയർമാൻ P. ഗോപാലൻ, TS സുരേഷ്, സജീവ് കരുമാലിക്കൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. CCTV ന്യൂസ്, പുന്നൂർകുളം. കുനുമുച്ചി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഇടവക ദേവാലയത്തിൽ കുഞ്ഞു പൈതങ്ങളുടെ തിരുനാൾ ആഘോഷിച്ചു. വൈകിട്ട് 4 മണിക്ക് കുഞ്ഞു പൈതങ്ങൾക്കായി നടന്ന പ്രത്യേക ദിവ്യബലിക്ക് ഇടവക വികാരി ഫാദർ ജോർജ് ചെറുവത്തൂർ കാർമ്മികനായി. ദിവ്യബലിയിൽ പങ്കെടുത്ത ഏറ്റവും ചെറിയ പൈതലായ ജെസിക്ക അന്ന ആന്റണി തിരിതെളിയിച്ചു. ദിവ്യബലിക്ക് ശേഷം എല്ലാ കുട്ടികൾക്കും പ്രത്യേക ആശീർവാദവും മാതൃസമിതിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സമ്മാനങ്ങളും നൽകി. എല്ലാ വർഷവും ഡിസംബർ 28-നാണ് കുഞ്ഞു പൈതങ്ങളുടെ തിരുനാളായി ആഘോഷിക്കുന്നത്. ചടങ്ങുകൾക്ക് മാതൃസമിതി അംഗങ്ങളായ ലിംസി പോൾസൺ, ജൂബി ഡയസ്, ടെസി സൈമൺ, സാലി ദാനിയേൽ, മിനി ഷാജു, ജെസി ജോയ് തുടങ്ങിയവർ നേതൃത്വം നൽകി. പുതിയ മാത്തൂർ ശ്രീ കോഴിയാർക്കാവ് ക്ഷേത്രത്തിലെ മണ്ഡലം 41 താലപ്പൊലി മഹോത്സവം ഭക്തി നിർഭരമായി ആഘോഷിച്ചു. ദീപാരാധനയ്ക്ക് ശേഷം സുജിത് പെരുമ്പിള്ളിമനയുടെ നേതൃത്വത്തിൽ തായമ്പക, ഭദ്രദീപം തെളിയിക്കൽ തുടങ്ങിയ ചടങ്ങുകൾ നടന്നു. വാമനമൂർത്തി ക്ഷേത്രത്തിൽ നിന്ന് താലങ്ങളും വാദ്യവും എഴുന്നള്ളിച്ച് ക്ഷേത്രത്തിൽ അവസാനിച്ചു. ശേഷം അന്നദാനവും ഉണ്ടായി. പ്രസിഡന്റ് മുരളി, സെക്രട്ടറി സതീഷ്, അനൂപ്, സുനിൽ, ഗംഗാധരൻ, അജിത്, നിഷാന്ത് തുടങ്ങി ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങൾ നേതൃത്വം നൽകി. കുന്നംകുളം വട്ടമ്പാടം ഫ്രണ്ട്സ് ഫോർ ഹ്യൂമാനിറ്റിയുടെ നേതൃത്വത്തിൽ പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചു. സംഘടനാ ചെയർമാൻ KM മജീദ് അധ്യക്ഷത വഹിച്ചു. നടനും എഴുത്തുകാരനുമായ VK ശ്രീരാമൻ മുഖ്യാതിഥിയായി. ചടങ്ങിൽ പ്രവാസി സംരംഭകരായ MRA ഫൈസൽ, മോഹനൻ തലപ്പുള്ളി, നാടിന്റെ സംഗീത കലാപ്രതിഭകളായ ഉസ്താദ് ഇബ്രാഹിം കുട്ടി, അബ്ദുൽ ഖാദർ വടുതല, ബാബു മാസ്റ്റർ ചെറുവത്താണി എന്നിവരെ ആദരിച്ചു. കുന്നംകുളം നഗരസഭാ കൌൺസിലർമാരായ AS സുജീഷ്, സെക്കീന മിൽസ, KA മനോജ് നാസർ എന്നിവരും സംസാരിച്ചു. ചടങ്ങിന് അനിത സുകുമാരൻ സ്വാഗതവും വട്ടമ്പാടം ഫ്രണ്ട്സ് ഫോർ ഹ്യൂമാനിറ്റി കൺവീനർ CM ബക്കർ നന്ദിയും പറഞ്ഞു. പ്രശസ്ത മലയാള സിനിമാ പിന്നണി ഗായകൻ എടപ്പാൾ വിശ്വൻ നയിച്ച മാക് ഓർക്കസ്ട്രയുടെ സംഗീത വിരുന്നും ഉണ്ടായിരുന്നു. കണ്ടാണശ്ശേരി സെന്റ് ജോസഫ് ഇടവക ദേവാലയത്തിൽ ഇടവക കുടുംബ സംഗമവും നവവൈദികന് സ്വീകരണവും സംഘടിപ്പിച്ചു. ദേവാലയങ്കണത്തിൽ സജ്ജമാക്കിയ വേദിയിൽ രാവിലെ 9:30 യുവജന കൺവെൻഷന്റെ ഭാഗമായി മോട്ടിവേഷൻ ക്ലാസും കലാപരിപാടികളും നടന്നു. 4:30 ഇടവകയിൽ നിന്ന് മാറിപ്പോയവരുടെ സംഗമവും വലിയ കുടുംബങ്ങൾക്കുള്ള ആദരവും നടന്നു. വൈകിട്ട് 6 മണിക്ക് വികാരി ഫാദർ നിബിൻ തളിയത്തിന്റെ അധ്യക്ഷതയിൽ ഇടവക ദിന ചടങ്ങുകൾ ആരംഭിച്ചു. എളനാട് സെന്റ് ആൻസ് പള്ളി വികാരി ഫാദർ ജിൻഡോ കുറ്റിക്കാട്ട് ഉദ്ഘാടനം ചെയ്തു. പള്ളി സെക്രട്ടറി ജെയ്സൺ പീറ്റർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ധനൻ, കുടുംബ കൂട്ടായ്മ കേന്ദ്രസമിതി കൺവീനർ PG സാജൻ, മദർ സുപ്പീരിയർ സിസ്റ്റർ ജോവിറ്റ, മതബോധനം പ്രധാനാധ്യാപകൻ സാബു ജേക്കബ്, കൈക്കാരൻ PA ജോസ്, ഷൈൻ P സേവിയർ എന്നിവർ സംസാരിച്ചു. ഇടവകാംഗമായ വൈദികൻ ഫാദർ ജോയൽ പുലിക്കോട്ടിലിന് ചടങ്ങിൽ സ്വീകരണം നൽകി. പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ ചടങ്ങിൽ ആദരിച്ചു. ഇടവകാംഗങ്ങൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ അരങ്ങേറി. സ്നേഹവിരുന്നോടെ ഇടവക ദിനാഘോഷത്തിന് സമാപ്തിയായി. CCTV ന്യൂസ്, കേച്ചേരി. ചെറുവത്താണി നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ പുതുതായി പണിയുന്ന ശിവക്ഷേത്രത്തിന്റെ കട്ടിളവെപ്പ് നടത്തി. ക്ഷേത്രം തന്ത്രി മഠത്തിൽ മുണ്ടയൂർ നാരായണ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ നടന്ന വിശേഷാൽ പൂജകൾക്ക് ശേഷമായിരുന്നു കട്ടിളവെപ്പ് നടത്തിയത്. ക്ഷേത്രം മേൽശാന്തി പിള്ളനേഴി പ്രസാദ് നമ്പൂതിരി സഹകാർമ്മികനായി. ക്ഷേത്രം സേവാസമിതി പ്രസിഡന്റ് KN ഷാജി, സെക്രട്ടറി VR പ്രവീൺ, സേവാസമിതി പ്രവർത്തകരായ CV മോഹൻദാസ്, ധനീഷ് ചേമ്പിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി.
ചാത്തന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീമിന്റെ സപ്തദിന സഹവാസ ക്യാമ്പിന് ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. സമന്വയം എന്ന പേരിൽ നടത്തുന്ന സപ്തദിന സഹവാസ ക്യാമ്പിന്റെ ഉദ്ഘാടനം ചാലിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് AV സന്ധ്യ നിർവഹിച്ചു. PTA പ്രസിഡന്റ് PV രജീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ചാത്തന്നൂർ സ്കൂൾ പ്രിൻസിപ്പാൾ SS ഷീന, അധ്യാപകരായ KS ശ്രീദേവി, രേണുക V എന്നിവർ സംസാരിച്ചു. സ്കൂൾ മതിൽ വൃത്തിയാക്കി വെള്ളപൂശിക്കൊണ്ടാണ് NSS വളണ്ടിയർമാർ സമന്വയത്തിന്റെ പ്രവർത്തനം ആരംഭിച്ചത്. വരും ദിവസങ്ങളിൽ ദുരന്ത നിവാരണ പരിശീലനം, സൈബർ ലോകത്തെ ചതിക്കുഴികൾ, ലഹരിക്കെതിരെ ബോധവൽക്കരണം, സ്നേഹഭവന സന്ദർശനം, ശുചീകരണം എന്നിവ നടത്തും. ജനുവരി 1 വരെ നടക്കുന്ന ക്യാമ്പിന്റെ സമാപന സമ്മേളനം തിരുമിറ്റക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് T സുഹറ ഉദ്ഘാടനം ചെയ്യും. PTA പ്രസിഡന്റ് P മണികണ്ഠൻ അധ്യക്ഷത വഹിക്കും. ക്യാമ്പിന്റെ ഭാഗമായി നടന്ന ഉൽപ്പന്ന നിർമ്മാണത്തിൽ കയർ ചവിട്ടി നിർമ്മാണം ശ്രദ്ധേയമായി. ചാത്തന്നൂർ LP സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിയായ അർജുൻ അരുണിന്റെ നേതൃത്വത്തിലാണ് 50ഓളം വിദ്യാർത്ഥികൾ ചവിട്ടി നിർമ്മാണത്തിൽ പരിശീലനം നേടിയത്. ചെറുപ്രായത്തിൽ തന്നെ കരകൗശല നിർമ്മാണത്തോട് താൽപര്യം കാട്ടിയിരുന്ന അർജുൻ കഴിഞ്ഞ ഉപജില്ലാ ശാസ്ത്രമേളയിൽ കരകൗശല വിഭാഗത്തിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുണ്ട്. ചാലിശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ക്യാമ്പിന് അധ്യാപകരായ K സിന്ധു, V രേണുക, AA പുഷ്പമണി, സ്റ്റാഫ് സെക്രട്ടറി KS ശ്രീദേവി, NSS വളണ്ടിയർമാരായ നന്ദന, സായന്ത് ചന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകും. CCTV ന്യൂസ് പെരുമ്പിലാവ്. മണ്ഡലകാല മാസാചരണത്തിന്റെ ഭാഗമായി കരിക്കാട് ബട്ടിമുറി കൊടിയഞ്ചിറ ഭഗവതി ക്ഷേത്രത്തിൽ കോമരത്തോടു കൂടിയ ചുറ്റിവിളക്കും തായമ്പകയും 1008 ദീപമഹാസമർപ്പണവും കളമെഴുത്ത് പാട്ടും നടത്തി. വൃശ്ചികം 1 മുതൽ 41 ദിവസങ്ങളിലായി ക്ഷേത്രത്തിൽ പ്രത്യേക ചുറ്റിവിളക്കും നടന്നു വന്നിരുന്നു. ക്ഷേത്രം മേൽശാന്തി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, ഊരാളന്മാരായ വിജയൻ നമ്പൂതിരി, ശ്രീകുമാർ നമ്പൂതിരി, കല്ലാറ്റ് മണികണ്ഠക്കുറുപ്പ് എന്നിവർ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്ര കമ്മിറ്റിയുടെയും മാതൃസമിതിയുടെയും നേതൃത്വത്തിലായിരുന്നു ചടങ്ങുകൾ സംഘടിപ്പിച്ചത്. ക്ഷേത്രം ഭാരവാഹികളായ KR ഉണ്ണിക്കുട്ടൻ, ബാബു വില്ലയിൽ, ഉണ്ണികൃഷ്ണൻ നായർ, പ്രമോദ് പൊറവൂർ, മാതൃസമിതി ഭാരവാഹികളായ ശാന്ത ബാലകൃഷ്ണൻ, ഇന്ദു നായർ, രതി നാരായണൻ, വസന്ത, സുമ, മല്ലിക എന്നിവരും പങ്കെടുത്തു. മാർക്സിസ്റ്റ് ഭരണകൂട ഭീകരതയ്ക്കെതിരെ എന്ന സന്ദേശമുയർത്തി കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫാസിസ്റ്റ് വിമോചന സദസ്സ് സംഘടിപ്പിച്ചു. നഗര കേന്ദ്രത്തിൽ നടന്ന സദസ്സ് KPCC ജനറൽ സെക്രട്ടറി V ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CB രാജീവ് അധ്യക്ഷനായി. DCC സെക്രട്ടറിമാരായ CI ഇട്ടി മാത്യു, ബിജോയ് ബാബു, മുൻ ബ്ലോക്ക് പ്രസിഡന്റ് K ജയശങ്കർ, നേതാക്കളായ M ഗിരീഷ് കുമാർ, വാസു കോട്ടോൽ, മഹിളാ കോൺഗ്രസ് ഭാരവാഹികളായ ലീല ഉണ്ണികൃഷ്ണൻ, മിനി മോൺസി, നഗരസഭാ കൌൺസിലർമാരായ ഷാജി ആലിക്കൽ, മിഷ സെബാസ്റ്റ്യൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഈ തെരുവിലിറങ്ങിക്കൊണ്ട് ഇവിടുത്തെ ജനങ്ങൾ, ഇവിടുത്തെ പോലീസിനെയും അതുപോലെ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെയും നേരിടാൻ ഞങ്ങൾക്ക് അറിയാത്തത് കൊണ്ടല്ല. ഞങ്ങളുടെ കുട്ടികളെ, ഞങ്ങളുടെ യൂത്ത് കോൺഗ്രസ്സുകാരെയും ഞങ്ങളുടെ KSUക്കാരെയും നേരിട്ട അതേ മാർഗത്തിൽ ഞങ്ങൾക്ക് തിരിച്ചടിക്കാൻ അറിയാത്തത് കൊണ്ടല്ല. ഇവിടുത്തെ DYFIക്കാരനെയും ഇവിടുത്തെ പോലീസിനെയും ഞങ്ങൾക്ക് കോൺഗ്രസിന്റെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് തിരിച്ചടിക്കാൻ അറിയാത്തത് കൊണ്ടല്ല. മറിച്ച് ഞങ്ങളുടെ പാരമ്പര്യം അതല്ല. ഞങ്ങളൊക്കെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദർശങ്ങളും ഞങ്ങളൊക്കെ ഗാന്ധിജിയുടെയും നെഹ്റുവിന്റെയും ഇന്ദിരാജിയുടെയും ഒക്കെ പാതകൾ തുടരുന്ന ആളുകളായത് കൊണ്ടാണ് ഇതുപോലുള്ള സമാധാനപരമായ സമരവുമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. വയലത്തൂർ മെഡിക്കൽ റിലീഫിന്റെ ആഭിമുഖ്യത്തിൽ 4ാമത് മിനി മാരത്തോൺ നടത്തി. വടക്കേക്കാട് SHO അമൃതരംഗൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. ചാവക്കാട് SHO വിപിൻ പങ്കെടുത്തു. തുടർന്ന് നടന്ന യോഗത്തിൽ പ്രസിഡന്റ് AT മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് നബീൽ NMK സമ്മാന വിതരണം നിർവഹിച്ചു. ഫോട്ടോഗ്രാഫി, ആംബുലൻസ് സർവീസ് എന്നിവ സൗജന്യമായി നൽകി സഹകരിച്ച തൻറം റഫീഖിനും എക്സ് വയലത്തൂരിനും സ്നേഹാദരവ് നൽകി. വൈസ് പ്രസിഡന്റ് ഷാജി മേപ്പാട്ട്, ദയ ആശുപത്രി ഡയറക്ടർ ജബ്ബാർ, പൊന്നറ ജ്വല്ലറി ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ കാസിം, പള്ളി പ്രസിഡന്റ് കാസിം ഹാജി എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി ഉസ്മാൻ മന്തിയിൽ സ്വാഗതവും കുഞ്ഞിമോൻ വാരിയത്ത് നന്ദിയും പറഞ്ഞു. കോർഡിനേറ്ററും വടക്കേക്കാട് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ SK ഖാലിദ്, വയലത്തൂർ മെഡിക്കൽ റിലീഫ് മെമ്പർമാരായ ഉമ്മർ, കബീർ, റഫീഖ്, കലാം, ഖാദർ, അലി, മുഹമ്മദ് കുട്ടി, ഷംസു, സുലൈമാൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. മുണ്ടത്തിക്കോട് പാതിരിക്കോട്ടുകാവ് ക്ഷേത്രത്തിലെ 10ാം ഉദയം ഭക്തിസാന്ദ്രമായി. പ്രത്യേക പൂജകൾക്ക് മേൽശാന്തി അനീഷ് കൈലാസം കാർമ്മികനായി. മീണാലൂർ ശ്രീ ഭദ്രഭജന സംഘത്തിന്റെ ഭക്തിഗാനസുദ്ധയോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. കാഴ്ച ശീവേലിക്ക് കലാമണ്ഡലം ശ്രീജിത്ത്, കുറ്റൂർ ദീപു നയിച്ച പഞ്ചാരി മേളവും രാത്രി പാണ്ടിമേളവും നടന്നു. സന്ധ്യയ്ക്ക് നടന്ന പഞ്ചവാദ്യത്തിന് മുണ്ടത്തിക്കോട് കണ്ണൻ മാരാർ നേതൃത്വം നൽകി. ദേവസ്വം ബോർഡിന്റെ കൊമ്പൻ ഗോവിന്ദൻ തിടമ്പേറ്റി, ദേവസ്വം ഓഫീസർ കൃഷ്ണൻ നമ്പൂതിരി, കോമരം മാരാത്ത് വാസുദേവൻ, സമിതി ഭാരവാഹികളായ രാജു മാരാത്ത്, M രാമകൃഷ്ണൻ, ജയൻ മാരാത്ത് എന്നിവർ പങ്കെടുത്തു.
ബാലസംഘം എരുമപ്പെട്ടി വെസ്റ്റ് വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്ഥാപക ദിനാചരണത്തിന്റെ ഭാഗമായി പ്രതിഭകളെ അനുമോദിച്ചു. SFI ബ്ലോക്ക് കമ്മിറ്റി അംഗം അങ്കിത സുഗതൻ ഉദ്ഘാടനം ചെയ്തു. ബാലസംഘം വില്ലേജ് സെക്രട്ടറി KP അനന്തകൃഷ്ണ അധ്യക്ഷനായി. CPM ഏരിയ കമ്മിറ്റി അംഗം KM അഷ്റഫ്, ലോക്കൽ സെക്രട്ടറി PT ദേവസി, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമന സുഗതൻ, മെമ്പർ സ്വപ്ന പ്രദീപ്, കുഞ്ഞുമോൻ കരിയന്നൂർ, അരുണിമ, ഷീബ രാജേഷ്, സിന്ധു കൃഷ്ണൻ, PM സിദാൻ, ശാന്തികൃഷ്ണ എന്നിവർ സംസാരിച്ചു. റാലിയും അവകാശ പ്രഖ്യാപനവും മാലിന്യമുക്ത നവകേരള പ്രതിജ്ഞയും നടന്നു. ബാലസംഘം പഴഞ്ഞി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്ഥാപക ദിന ഘോഷയാത്ര നടത്തി. പട്ടിത്തടത്തു നിന്നും ആരംഭിച്ച് വൺവേ ജംഗ്ഷനിൽ സമാപിച്ചു. പൊതുസമ്മേളനം CPM ലോക്കൽ സെക്രട്ടറി ബാബു പുലിക്കോട്ടിൽ ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് KT ലക്ഷ്മി അധ്യക്ഷത വഹിച്ചു. കോർഡിനേറ്റർ സിന്ധു KA, ശ്രീയേഷ് എന്നിവർ സംസാരിച്ചു. കൺവീനർ AK സത്യൻ സ്വാഗതവും MK അപർണ നന്ദിയും പറഞ്ഞു. ഘോഷയാത്രയ്ക്ക് ശിവാനി ഗിരീഷ്, ഷെറിൻ ഷാജൻ, സുനിൽകുമാർ, രജനി പ്രദീപ്, PC ചന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. ബാലസംഘം പന്നിത്തടം മേഖലാ ഘോഷയാത്ര പന്നിത്തടം സെന്ററിൽ നിന്ന് തുടങ്ങി മരത്തംകോട് UP സ്കൂളിൽ സമാപിച്ചു. സമാപന യോഗം വെള്ളാറ്റഞ്ഞൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റും അധ്യാപകനുമായ വേണു മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ബാലസംഘം മേഖലാ പ്രസിഡന്റ് അഖിലേഷ് അധ്യക്ഷനായി. മേഖലാ സെക്രട്ടറി ആർദ്ര പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. കുട്ടികളുടെ ബാലാവകാശത്തെക്കുറിച്ച് പോൾസൺ താം സംസാരിച്ചു. കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ, KM നൌഷാദ്, ഫ്രാൻസിസ് കൊള്ളന്നൂർ, V ശങ്കരനാരായണൻ എന്നിവർ പങ്കെടുത്തു. ബാലസംഘം രക്ഷാധികാരി കൺവീനർ റഹീം KK സ്വാഗതവും അനുശ്രീ നന്ദിയും പറഞ്ഞു. കുന്നംകുളം യുണൈറ്റഡ് പെന്തക്കോസ്റ്റ് ഫെലോഷിപ്പിന്റെ 13ാമത് മെഗാ ബൈബിൾ ക്വിസ് ഫലം പ്രഖ്യാപിച്ചു. ബീന K സാം 1ാം സ്ഥാനം കരസ്ഥമാക്കി. പെർസിസ് പൊന്നച്ചൻ കൊല്ലം 2ാം സ്ഥാനവും പ്രിൻസ് ബഹറിൻ 3ാം സ്ഥാനവും നേടി. വിജയികൾക്ക് യഥാക്രമം 25,000, 20,000, 10,000 രൂപ വീതവും ട്രോഫിയും സർട്ടിഫിക്കറ്റും നൽകും. അഞ്ജു ജോൺസൺ പത്തനംതിട്ട 4ാം സ്ഥാനവും റജീന സുനബ് UK 5ാം സ്ഥാനവും നേടി. രഞ്ജിത്ത് ചെറുവത്തൂർ, അനിത P ആന്റണി, ഷെർലി SM, ജോൺസൺ P ജെയിംസ്, നിസി വർഗീസ് എന്നിവർ 6 മുതൽ 10 വരെയുള്ള സ്ഥാനങ്ങൾ നേടി. വിജയികൾക്കുള്ള സമ്മാനങ്ങൾ 2024 ജനുവരി 28 നടക്കുന്ന UPF 42ാമത് വാർഷിക കൺവെൻഷനിൽ നൽകും. 1000 പേർക്ക് ഒരുമിച്ച് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്ന് മത്സരിക്കാവുന്ന ഓൺലൈൻ സംവിധാനത്തിലാണ് മെഗാ ബൈബിൾ ക്വിസ് സംഘടിപ്പിച്ചത്. പുറപ്പാട് പുസ്തകമായിരുന്നു ഈ വർഷത്തെ പഠനഭാഗം. ക്വിസ് ഓൺലൈൻ സംവിധാനം ബ്രദർ വിപിൻ CB നിയന്ത്രിച്ചു. ചീഫ് എക്സാമിനർ പാസ്റ്റർ പ്രതീഷ് ജോസഫ്, രജിസ്ട്രാർ പാസ്റ്റർ ഷിൻഡോസ്, ജനറൽ പ്രസിഡന്റ് പാസ്റ്റർ ലിബിനി ചുമാർ എന്നിവർ നേതൃത്വം നൽകി. 91ാമത് ശിവഗിരി തീർത്ഥാടനത്തിനോടനുബന്ധിച്ച് കണ്ണൂർ ശ്രീ സുന്ദരേശ്വര ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച ദിവ്യജ്യോതി പ്രയാണത്തിന് ഇയാൾ ശ്രീനാരായണ ഗുരു മന്ദിരത്തിന്റെ നേതൃത്വത്തിൽ ആക്യക്കാവ് കമ്പിപ്പാലത്ത് സ്വീകരണം നൽകി. ശ്രീനാരായണ ഗുരു മന്ദിരം പ്രസിഡന്റ് MA ബാലകൃഷ്ണൻ, ബാലചന്ദ്രൻ വടാശ്ശേരി, സുരേഷ് കുന്നത്ത്, സുമന സുരേഷ് എന്നിവർ ചേർന്ന് ഹാരാർപ്പണം നൽകി സ്വീകരിച്ചു. ഹരി പുഷ്പക്, അശോകൻ നെല്ലിക്കൽ, തിലകൻ KG, ബാലൻ അശോകൻ മാസ്റ്റർ, ഗീതാഞ്ജലി ടീച്ചർ, സുജാത തുടങ്ങിയവർ സംസാരിച്ചു. പെരിയമ്പലം കാട്ടുപുറം ശ്രീ സുബ്രഹ്മണ്യ ശാസ്ത്ര ക്ഷേത്രത്തിൽ ദേശീയവിളക്കും പാൽക്കാവടി എഴുന്നള്ളിപ്പും അന്നദാനവും നടത്തി. അയ്യപ്പൻ വിളക്കിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകൾ നടന്നു. പൂജകൾക്ക് ശിവദാസ് ശാന്തി നേതൃത്വം നൽകി. തൃപ്പറ്റ് മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും പാൽക്കാവടി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നതിനുശേഷം മഹാ അന്നദാനവും ഉണ്ടായിരുന്നു. വൈകിട്ട് ചിന്തുപാട്ടിന്റെയും അലങ്കരിച്ച തേരിന്റെയും പഞ്ചവാദ്യത്തിന്റെയും അകമ്പടിയോടുകൂടി പാലപ്പെട്ടി ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും പാലക്കൊമ്പ് എഴുന്നള്ളിപ്പും വിളക്കുപന്തലിൽ എത്തിച്ചേർന്നു. ചിന്തുപാട്ടിന് കാട്ടുപുറം സുബ്രഹ്മണ്യ ശാസ്ത്ര പെരിയമ്പലം സംഘവും മണത്തല ജനാർദ്ദനൻ ഗുരുസ്വാമി ആൻഡ് ടീം വിളക്കുപാർട്ടിക്കും നേതൃത്വം നൽകി. പൂങ്കാവനം പെരിയമ്പലമാണ് തേര് സമർപ്പണം നടത്തിയത്. വിളക്കുപന്തലിൽ നടത്തിയ ഹരിനാമ കീർത്തനത്തിന് കയ്പമംഗലം ഹരേകൃഷ്ണ പ്രസ്ഥാനം ടീം അംഗങ്ങൾ നേതൃത്വം നൽകി. ക്ഷേത്രം പ്രസിഡന്റ് ചന്ദ്രശേഖരൻ കറുത്തേടത്ത്, സെക്രട്ടറി സന്തോഷ് ആലിപ്പുരയ്ക്കൽ, ട്രഷറർ K സുമേഷ്, മറ്റു ഭാരവാഹികളായ ജയപ്രകാശ് പെരിയമ്പലം, ചന്ദ്രൻ തട്ടകത്ത്, വിനോദ് പെരിയമ്പലം, മാതൃസമിതി അംഗങ്ങളായ ജയന്തി, ഉഷാകുമാരി തുടങ്ങി ക്ഷേത്രം ഭാരവാഹികളും മാതൃസമിതി അംഗങ്ങളും പരിപാടികൾക്ക് നേതൃത്വം നൽകി. CCTV ന്യൂസ് പുന്നയൂർകുളം. ചാവക്കാട് കടപ്പുറം കുമാരപ്പടിയിൽ പുല്ലിന് തീപിടിച്ചത് പരിഭ്രാന്തിക്കിടയാക്കി. ആലിൽ സുനിൽകുമാറിന്റെ ഉടമസ്ഥതയിലുള്ള ആൾതാമസമില്ലാത്ത സ്ഥലത്തെ പറമ്പിലെ ഉണങ്ങിയ പുല്ലിനാണ് തീപിടിച്ചത്. ഇന്ന് ഉച്ചയ്ക്കായിരുന്നു സംഭവം. ശക്തമായ കാറ്റിൽ തീ പടർന്നതോടെ നാട്ടുകാർ വിവരം അറിയിച്ചതിനനുസരിച്ച് ഗുരുവായൂരിൽ നിന്ന് അഗ്നിശമന സേന എത്തിയാണ് തീ അണച്ചത്. ഫയർ സ്റ്റേഷൻ ഓഫീസർമാരായ അജിത് കുമാർ, അമൽ, വിനോദ്, സുദേവ്, ജോയ്, സതീശൻ, ഷിബു, ഉമേഷ്, ചാവക്കാട് പോലീസ് ഓഫീസർമാരായ പ്രദീപ്, വിനോദ്, നാട്ടുകാരായ ആഷിഖ് മഹാത്മ, ആഷിഖ് മിറക്കൽസ്, നവാസ്, നൌഷാദ് എന്നിവർ നേതൃത്വം നൽകി.
വേലൂർ ഇടവകയിൽ നിന്ന് ഒരു നവ അഭിഷിക്തൻ കൂടി. വേലൂർ ഇടവകയിലെ പുത്തൂക്കര ഔസേപ്പിന്റെയും ലിസി ഔസേപ്പിന്റെയും മകനായ ഫ്രാൻസിസ് പുത്തൂക്കര തൃശൂർ അതിരൂപത മെത്രാപ്പൊലീത്ത മാർ ആൻഡ്രൂസ് താഴത്തിന്റെ കൈവെപ്പ് ശുശ്രൂഷ വഴി പൗരോഹിത്യം സ്വീകരിച്ചു. പ്രഥമ ദിവ്യബലി അർപ്പിക്കുകയും ചെയ്തു. വേലൂർ ഫൊറോന ദേവാലയത്തിൽ നടന്ന തിരുപ്പട്ട ശുശ്രൂഷയ്ക്ക് മാർ ആൻഡ്രൂസ് താഴത്ത് നേതൃത്വം നൽകി. അഖില കേരള വെളിച്ചപ്പാട് സംഘത്തിന്റെ 2023 മികച്ച വെളിച്ചപ്പാടിനുള്ള ശാക്തേയ കുലാചാരി പുരസ്കാരം ചൊവ്വന്നൂർ കല്ലഴി ക്ഷേത്രത്തിലെ വെളിച്ചപ്പാടായ ഉല്ലാസിന് സമർപ്പിച്ചു. കടമ്പഴിപ്പുറം വായില്യം കുന്ന് ഭഗവതി ക്ഷേത്ര സന്നിധിയിൽ നടന്ന പുരസ്കാര സമർപ്പണ ചടങ്ങിൽ പുളിക്കൽ ശങ്കരോടത്ത് കോവിലകത്തെ അമ്പോറ്റി തമ്പുരാൻ ഉല്ലാസിനെ പൊന്നാടയണിയിച്ച് പുരസ്കാരം നൽകി. ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികളും വെളിച്ചപ്പാട് സംഘം ഭാരവാഹികളും സന്നിഹിതരായിരുന്നു. പോർക്കുളം പഞ്ചായത്തിലെ 2023-24 സാമ്പത്തിക വർഷത്തെ വാർഷിക പദ്ധതി പ്രകാരം സംഘടിപ്പിച്ച ഭിന്നശേഷി കലോത്സവം പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തിലെ മുഴുവൻ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി നടത്തിയ കലോത്സവത്തിൽ വ്യത്യസ്തങ്ങളായ കലാപ്രകടനങ്ങൾ കൊണ്ട് വേദികൾ സജീവമായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിഷ ശശി അധ്യക്ഷയായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ PC കുഞ്ഞൻ, അഖില മുകേഷ്, വാർഡ് മെമ്പർമാരായ വിജിത പ്രജി, ബിജു കോലാടി, പഞ്ചായത്ത് സെക്രട്ടറി ലീൻസ് ഡേവിഡ് എന്നിവർ സംസാരിച്ചു. ICDS സൂപ്പർവൈസർ സഹീറ സ്വാഗതവും അംഗൻവാടി ടീച്ചർ സുമ നന്ദിയും പറഞ്ഞു. പങ്കെടുത്ത എല്ലാവർക്കും ട്രോഫിയും സർട്ടിഫിക്കറ്റുകളും സമ്മാനങ്ങളും നൽകി. കോൺഗ്രസ് നേതാക്കൾക്കെതിരെ നടന്ന പോലീസ് അതിക്രമത്തിനെതിരെ കടവല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പന്നിത്തടം സെന്ററിൽ ഫാസിസ്റ്റ് വിരുദ്ധ സദസ്സ് സംഘടിപ്പിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് ഹാഷിം ഉദ്ഘാടനം ചെയ്തു. കടവല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. സ്വപ്ന രാമചന്ദ്രൻ, ജോസ് മുരിങ്ങാത്തേരി, സജീവ് ചാത്തനാത്ത്, OS വാസുദേവൻ, PS സുനീഷ്, ഫൈസൽ കാഞ്ഞിരപ്പള്ളി, മഹേഷ് തിപ്പലശ്ശേരി, വിശ്വംഭരൻ, ശിവരാമൻ തുടങ്ങിയവർ സംസാരിച്ചു. മുണ്ടത്തിക്കോട് പാതിരക്കോട്ടുകാവ് ക്ഷേത്ര മൈതാനത്ത് പാലമരത്തിന് തറകെട്ടി ദേവസ്വത്തിന് സമർപ്പിച്ചു. ചടങ്ങിന് മേൽശാന്തി അനീഷ് കൈലാസം കാർമ്മികത്വം വഹിച്ചു. ദേവസ്വം ഓഫീസർ കൃഷ്ണൻ നമ്പൂതിരി ഏറ്റുവാങ്ങി. തങ്ങാലൂർ ചീരമ്പൻ ഔസേപ്പ് ഫ്രാൻസിസ് എന്ന വിശ്വാസിയാണ് മുഴുവൻ ചിലവും വഹിച്ച് തറ കെട്ടിക്കൊടുത്തത്. സമിതി സെക്രട്ടറി രാജു മാരാത്ത്, സുധി പന്തിക്കൽ, മാധവൻ നായർ, പ്രസാദ്, ജയൻ മാരാത്ത് എന്നിവർ സംസാരിച്ചു. CPI 98ാം സ്ഥാപക ദിനത്തിന്റെ ഭാഗമായി വടക്കേക്കാട് ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ മുതിർന്ന നേതാവ് NK മണി പതാക ഉയർത്തി. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി VM മനോജ്, അസിസ്റ്റന്റ് സെക്രട്ടറി കൊച്ചന്നൂർ ഭാസ്കരൻ, കിസാൻ സഭ മേഖലാ സെക്രട്ടറി ബിജു കണ്ടംപുള്ളി, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ ജിതേഷ്, സത്യൻ തയ്യൽ, സുധീഷ് അമരായിൽ തുടങ്ങിയവർ പങ്കെടുത്തു. സത്യം സ്വത്വം സമർപ്പണം എന്ന പ്രമേയത്തിൽ നടക്കുന്ന SKSSF 35ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായുള്ള തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെയും രാഷ്ട്രരക്ഷയ്ക്ക് സൗഹൃദത്തിന്റെ കരുതൽ എന്ന പ്രമേയവുമായി ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന മനുഷ്യജാലികയുടെയും പ്രഖ്യാപനവും യൂണിറ്റ് തല പ്രചരണോദ്ഘാടനവും ശനിയാഴ്ച നടക്കും. രാവിലെ 10 മണിക്ക് കടവല്ലൂർ വടക്കുമുറി ഹയാത്തുൽ ഇസ്ലാം മദ്രസ ഹാളിൽ SKSSF സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനവും പ്രഖ്യാപനവും നിർവഹിക്കും. സമസ്ത കേന്ദ്ര മുഷാഫറ അംഗം PK അബ്ദുൽ സലാം ഭാഗവി ബ്രോഷർ പ്രകാശനം നടത്തും. സമസ്ത ജില്ലാ വർക്കിംഗ് സെക്രട്ടറി ബഷീർ ഫൈസി ദേശമംഗലം, SKSSF സംസ്ഥാന സെക്രട്ടറി അൻവർ മുഹിയുദ്ദീൻ ഹുദവി, SKJM ജില്ലാ വൈസ് പ്രസിഡന്റ് സുലൈമാൻ ദാരിമി എന്നിവർ വിഷയാവതരണം നടത്തും. സമസ്ത ജില്ലാ ജനറൽ സെക്രട്ടറി PT കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ, SMF ജില്ലാ പ്രസിഡന്റ് AV അബൂബക്കർ ഖാസിമി, SKMM ജില്ലാ ട്രഷറർ PK സലിം ഹാജി തുടങ്ങിയവർ പങ്കെടുക്കും. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 5830 രൂപ, പവന് 46,640 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 80 രൂപ. ചരമം പുന്നേർകുളം പരൂർ വാക്കത്തി റോഡിൽ താമസിക്കുന്ന പരേതനായ തറയിൽ കറുപ്പു മകൻ സുനിൽ നിര്യാതനായി. 46 വയസ്സായിരുന്നു. സംസ്കാരം ആറ്റുപുറം നിദ്രാലയം വൈദ്യുത ശ്മശാനത്തിൽ നടന്നു. ദിവ്യ ഭാര്യയാണ്. അനാമിക, അവന്തിക, അമേക എന്നിവർ മക്കളാണ്. കുന്നംകുളം പുത്തൻപേട്ട ബസാർ ചെറുവത്തൂർ വീട്ടിൽ പരേതനായ മാത്യു മകൻ വർഗീസ് നിര്യാതനായി. 66 വയസ്സായിരുന്നു. സംസ്കാരം ആർത്താറ്റ് സെന്റ് മേരീസ് കത്തീഡ്രൽ പള്ളി സെമിത്തേരിയിൽ നടന്നു. റീന ഭാര്യയാണ്. റിവിൻ, റുമ, റിനിത എന്നിവർ മക്കളാണ്. പുന്നേർകുളം മണ്ടത്തോട് പാപ്പാളി പടിഞ്ഞാറ് ഭാഗം K കരുണാകരൻ റോഡിൽ താമസിക്കുന്ന പരേതനായ ആലുങ്ങൽ ഇമ്പായി മകൻ മൂസ നിര്യാതനായി. 65 വയസ്സായിരുന്നു. ഖബറടക്കം അണ്ടത്തോട് ജുമാ മസ്ജിദിൽ നടന്നു. സൈനബ ഭാര്യയും ഷാഫി, റാഷിഖ്, ഹാരിസ്, ഹസ്ന എന്നിവർ മക്കളുമാണ്. പുന്നേർകുളം കടിക്കാട് കിട്ടപ്പടി താമരശ്ശേരി കറുപ്പു നിര്യാതനായി. 85 വയസ്സായിരുന്നു. പരേതയായ അമ്മു ഭാര്യയും ശശി, കുമാരൻ, സരസ്വതി, ബിന്ദു എന്നിവർ മക്കളുമാണ്. സംസ്കാരം ആറ്റുപുറം നിദ്രാലയത്തിൽ നടത്തി.
വടക്കേക്കാട് നായരങ്ങാടി അണ്ടിക്കൂട്ടുകടവ് റോഡിൽ PWD മുൻ കോൺട്രാക്ടറും മഹല്ല് കമ്മിറ്റി മുൻ പ്രസിഡന്റുമായിരുന്ന അയ്യപ്പൻകോട് അബൂട്ടി ഹാജി ഖത്തറിൽ നിര്യാതനായി 75 വയസ്സായിരുന്നു. ഖബറടക്കം പടിഞ്ഞാറെ കല്ലൂർ കർണാക്കൽ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടന്നു. ചിറ്റ്ലപ്പള്ളി IAS സ്കൂൾ സ്ഥാപക മെമ്പർ കൂടിയാണ് പരേതൻ. നദീറ ഭാര്യയാണ്. ഷെജീബ്, സെജു എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കടപ്പുറം പഞ്ചായത്തിലെ വാതക ശ്മശാനം പ്രവർത്തിക്കാത്തതിൽ മൃതദേഹവുമായി പഞ്ചായത്ത് ഓഫീസിനു മുമ്പിൽ പ്രതിഷേധം. കടപ്പുറം അഴിമുഖം ചേനങ്കര കൃഷ്ണൻകുട്ടിയുടെ മൃതദേഹവുമായാണ് ബന്ധുക്കളും നാട്ടുകാരും പഞ്ചായത്ത് മെമ്പറും ഉൾപ്പെടെ പ്രതിഷേധവുമായി എത്തിയത്. പ്രതിഷേധം രാഷ്ട്രീയ പ്രേരിതമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഹസീന താജുദ്ദീൻ. കേച്ചേരി പുഴയിൽ അറവ് മാലിന്യം തള്ളിയ നിലയിൽ. പാറന്നൂർ ചിറയിലാണ് ചാക്കുകളിലാക്കി അറവ് മാലിന്യം തള്ളിയിട്ടുള്ളത്. കുരുത്തിച്ചാൽ പാലത്തിന്റെ ഭാഗത്തായി ഉപേക്ഷിച്ചിരിക്കുന്നത് 25ലേറെ ചാക്ക് മാലിന്യം. ഉത്സവങ്ങൾ കേവലം ആഘോഷങ്ങൾ മാത്രമല്ല, അനേകങ്ങളുടെ ജീവിതോപാധിക്കുള്ള അവസരം കൂടിയാണെന്ന് NK അക്ബർ MLA. പെരിയമ്പലം അണ്ടത്തോട് ബീച്ച് ഫെസ്റ്റിവലിന് തുടക്കമായി. പുതുവത്സരാഘോഷങ്ങൾക്കായി നാടൊരുങ്ങുന്നു. ചാവക്കാട് നഗരസഭയും ടൂറിസം ഡെസ്റ്റിനേഷൻ മാനേജ്മെന്റ് കൌൺസിലും സംയുക്തമായി സംഘടിപ്പിക്കുന്ന പുതുവത്സരാഘോഷം ശനി, ഞായർ ദിവസങ്ങളിലായി ബ്ലാങ്ങാട് ബീച്ചിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.